രണ്ട് സ്കൂളുകൾക്ക് ഒരു ഓഫീസ് കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും മലപ്പുറത്തെ ഒരു സർക്കാർ സ്കൂളിന്റെ അവസ്ഥയാണിത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി ഈ അവസ്ഥയിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഒരു ഓഫീസും 2 സ്കൂളും. ഇതാണ് അരീക്കോട് പത്തനാപുരം GLP സ്കൂളിലെ അവസ്ഥ. സ്കൂളിലെ ഒരു ഡിവിഷനിൽ നിന്ന് മറ്റൊരു ഡിവിഷനിലേക്ക് പോകണമെങ്കിൽ 2 കിലോമീറ്ററിലധികം ദൂരം യാത്ര ചെയ്യണം. തികച്ചും വിചിത്രമെന്ന് തോന്നും ഈ സ്കൂളിലെ അവസ്ഥകൾ കണ്ടാൽ. സ്കൂളിൻ്റെ ഒരു ഡിവിഷനിൽ നിന്ന് മറ്റൊരു ഡിവിഷനിലേക്ക് പോകണമെങ്കിൽ 2 കിലോമീറ്ററിലധികം യാത്ര ചെയ്യണം. ഡിവിഷൻ തിരിച്ചതിനാൽ വിദ്യാർത്ഥികളെ ഇത് വലിയ രീതിയിൽ ബാധിക്കില്ലെങ്കിലും പ്രധാന അധ്യാപിക ഉൾപ്പെടെയുള്ളവരെ തെല്ലൊന്നുമല്ല ഈ രീതി പ്രതിസന്ധിയിലാക്കുന്നത്. ഒരേ സ്കൂൾ രണ്ടിടത്ത് പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ മാത്രമാണ്. അപ്പോൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എന്താവശ്യത്തിനും ഈ 2 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരേണ്ട ഒരു പ്രശ്നമാണ് ഉദിക്കുന്നത്. അതുപോലെ ഈ പാചകം, പിന്നെ കുട്ടികളുടെ ഓരോ കലാകായിക മേളകൾ, ഇതൊക്കെ നടത്തുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടം കാര്യങ്ങളായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഭക്ഷണ വിതരണം, വിവിധ മേളകൾ, ആഘോഷങ്ങൾ എന്നിവയൊക്കെ ഈ 2 സ്കൂൾ സംവിധാനം വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. രണ്ടിടത്തായാണ് സ്കൂൾ പ്രവർത്തിക്കുന്നതെങ്കിലും സർക്കാർ ഫണ്ട് ഒരു സ്കൂളിനെ ലഭിക്കൂ. പിന്നെ അതുപോലെ ഈ മേളകളൊക്കെ നടത്തുമ്പം കുട്ടികളെ സെലക്ഷൻ നടത്തുമ്പം അവിടുത്തെ കുട്ടികളും വേണം, ഇവിടുത്തെ കുട്ടികളും വേണം. ഒരു സ്കൂളിന് അങ്ങനെയാണെങ്കിൽ ഒരു സ്ഥലത്ത് സെലക്ട് നടത്തായിരുന്നു. ഇതിപ്പോൾ 2 സ്ഥലത്താകൊണ്ട് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പഠിക്കാൻ ആവശ്യത്തിന് കുട്ടികളുള്ള ഈ സർക്കാർ സ്കൂൾ 2 സ്കൂളായി പരിഗണിച്ച് സൗകര്യങ്ങൾ ചെയ്തു തരണമെന്നാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. റിപ്പോർട്ടർ, മലപ്പുറം.